പാകിസ്ഥാൻ ഇപ്പോൾ കടക്കെണിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഒരു വശത്ത് കടം, മറുവശത്ത് രാജ്യത്തെ ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം, അതിനുമപ്പുറം ഏറ്റവും പ്രധാനം അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി. ഇപ്പോൾ ചർച്ചയാകുന്നതും ഈ അധികാര വടംവലി തന്നെയാണ്. ഇന്ത്യയെ ഭയന്ന് പാകിസ്ഥാൻ കാട്ടിക്കൂട്ടുന്ന തന്ത്രങ്ങൾ പലപ്പോഴും ഒരു തമാശയായി മാറുന്ന അവസ്ഥയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടിനെ പറ്റി പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭരണഘടനാ ചട്ടക്കൂടുകളിൽ വലിയ അഴിച്ചുപണികൾ നടത്താൻ സൈനിക നേതൃത്വം ഒരുങ്ങുന്നതായി സൂചന പുറത്തുവരികയാണ്. രാജ്യത്ത് നിലവിലുള്ള പാർലമെന്ററി ഭരണരീതിക്ക് പകരം പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം കൊണ്ടുവരാൻ നീക്കങ്ങൾ സൈനിക തലവൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. അടുത്ത 10 വർഷത്തേക്കുള്ള പുതിയ ദേശീയ നയരേഖയുടെ ഭാഗമായാണ് ഇത്തരം നിർണായക മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനും ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഈ മാറ്റം അനിവാര്യമാണെന്നാണ് സൈനിക വൃത്തങ്ങളുടെ വാദം. എന്നാൽ പുതിയ നീക്കം പാകിസ്ഥാനിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളായ ഷരീഫ്, ഭൂട്ടോ കുടുംബങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. നിലവിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും PPP തലവൻ ബിലാവൽ ഭൂട്ടോയും അടങ്ങുന്ന ഭരണസഖ്യത്തിന് അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് രാജ്യം മുന്നേറുന്നതോടെ ജനാധിപത്യ രീതിയിലുള്ള പാർലമെന്റിന്റെ അധികാരം പൂർണ്ണമായും നിഷ്പ്രഭം ആക്കപ്പെടും. സർക്കാരിന്റെയും സൈന്യത്തിന്റെയും പ്രധാന നിയന്ത്രണങ്ങൾ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ സൈനിക മേധാവിയിലേക്ക് മാത്രമായി ചുരുങ്ങും. 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അസീം മുനീറിന് സൈന്യത്തിലും ഭരണരംഗത്തും വൻ അധികാരങ്ങൾ മുൻപേ തന്നെ ലഭിച്ചിരുന്നു. ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി ലഭിച്ചതോടെ മറ്റ് 3 സൈനിക വിഭാഗങ്ങളുടെയും സർവ്വസൈനാധിപനായി അദ്ദേഹം മാറുകയായിരുന്നു. പുതിയ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിൽ വന്നാൽ രാജ്യത്തിന്റെ സമ്പൂർണ്ണ ഭരണം അസീം മുനീറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അധികാരം കൂടുതൽ ശക്തമാക്കുന്നതിന് വഴിതെളിക്കും. പാകിസ്ഥാനിൽ പണപ്പെരുപ്പവും വിദേശ കടവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വൻ നീക്കങ്ങൾ അരങ്ങേറുന്നത്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ കടുപ്പമേറിയ തീരുമാനങ്ങൾ ആവശ്യമാണെന്നാണ് സൈനിക നേതൃത്വം അവകാശപ്പെടുന്നത്. സൈന്യത്തിന്റെ ഈ പുതിയ പ്ലാൻ പ്രാബല്യത്തിൽ വന്നാൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നതിൽ സംശയമില്ല. ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യം ഈ തീരുമാനത്തിന് മുന്നിൽ നിസ്സഹായരാകുന്ന അവസ്ഥയാണുള്ളത്. മുൻപ് ഇമ്രാൻഖാനെ ജയിലിലടച്ച നടപടിയും സൈന്യത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ജനാധിപത്യ ഘടന തന്നെ ഇല്ലാതാക്കാനാണ് ഭരണകൂടവും സൈന്യവും ശ്രമിക്കുന്നത്. പ്രസിഡൻഷ്യൽ സമ്പ്രദായം നടപ്പിലാക്കുന്നതിനായി ഭരണഘടനയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. ഇതിനായുള്ള പ്രാഥമിക നിയമ ഉപദേശങ്ങൾ സൈനിക ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അതിർത്തി സുരക്ഷയും ആഭ്യന്തര ക്രമസമാധാനവും ചൂണ്ടിക്കാട്ടിയാണ് സൈന്യം ഭരണത്തിലേക്ക് നേരിട്ട് കടന്നുവരാൻ ശ്രമിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിലും വൻ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയേക്കാം. അമേരിക്ക, ചൈന ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനിലെ ഈ പെട്ടെന്നുള്ള ഭരണഘടനാ മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയ തുടങ്ങുന്നത് ഉപരോധങ്ങൾക്കും വഴി തുറന്നേക്കാം. നവാസ് ഷെരീഫ്, ബിലാവൽ ഭൂട്ടോ, സർദാരി എന്നിവരുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. സൈന്യത്തിന്റെ നിഴലിൽ മാത്രം ഭരണം നടത്താൻ നിർബന്ധിതരായ നേതാക്കൾക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. പ്രാദേശിക ഭരണകൂടങ്ങളുടെയും പ്രവിശ്യകളുടെയും സ്വയംഭരണാവകാശം പുതിയ സിസ്റ്റം വരുന്നതോടെ ഇല്ലാതാകും. കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരുന്നതിലൂടെ കലാപങ്ങൾ അടിച്ചമർത്താനാണ് സൈന്യം പദ്ധതിയിടുന്നത്. പാകിസ്ഥാൻ ചരിത്രത്തിൽ മുൻപും സൈനിക ഭരണാധികാരികൾ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഭരണഘടനാപരമായ മാറ്റം ഇത് ആദ്യമാണെന്ന് തന്നെ പറയണം. അസീം മുനീർ പൂർണ്ണ അധികാരത്തോടെ ഭരണതലപ്പത്തേക്ക് എത്തുന്നതോടെ ഏഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥയിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് സൈനിക നേതൃത്വത്തിന്റെ തീരുമാനവും. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വാർത്ത വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങളും വ്യാപാര പ്രമുഖരും സൈന്യത്തിന്റെ പുതിയ തീരുമാനങ്ങളെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരാവുകയാണ്. വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ശാന്തമായ അന്തരീക്ഷം വേണമെന്നാണ് വിപണി വിദഗ്ധരുടെ പക്ഷം. വരും ആഴ്ചകളിൽ പാകിസ്ഥാൻ പാർലമെന്റിലും രാഷ്ട്രീയ ഗോതയിലും വലിയ പൊട്ടിത്തെറികൾക്ക് ഈ സംഭവം വഴി തുറക്കും. ജനാധിപത്യം തകർത്ത് സൈനികാധിപത്യം വീണ്ടും ഉറപ്പിക്കുന്ന ഈ നീക്കം പാകിസ്ഥാന്റെ ഭാവി കൂടുതൽ ഇരുളടഞ്ഞതാക്കും. അതേസമയം
അതേസമയം ഇന്ത്യ തകർത്ത സൈനിക കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ പാടുപെടുകയാണെന്ന റിപ്പോർട്ടുകളും ഈ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത സൈനിക കേന്ദ്രങ്ങളുടെ പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രമുഖ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിദഗ്ധനാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ കിരാന ഹിൽസിലെ പാകിസ്ഥാന്റെ ആണവായുധ ഡിപ്പോയിൽ ഇന്ത്യ ആക്രമണം നടത്തിയതായി ആദ്യം റിപ്പോർട്ട് ചെയ്ത വിദഗ്ധനായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. 2025 മെയ് മാസത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അന്ന് തകർന്ന പാകിസ്ഥാന്റെ നിരവധി പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളത്തിന്റെ പുനർനിർമ്മാണം ഇപ്പോഴും നടക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം. ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന വടക്കൻ സിന്ധിലെ JK ബാബാദ് വ്യോമതാവളത്തിലെ ഹാങ്ങർ ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. ഇവിടത്തെ മേൽക്കൂര ഘട്ടം ഘട്ടമായി പൊളിച്ചു മാറ്റുന്നുണ്ടെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളത്തിനും വടക്കൻ സിന്ധിലെ ജേക്കബാബാദ് വ്യോമതാവളത്തിനും പുറമെ മുരീദ് റഫീഖി, മുഷാഫ്, ബൊളാരി, ഖാദ്രിം, സിയാൽകോട്ട, സുക്കൂർ എന്നിവിടങ്ങളിലെ വ്യോമസേന താവളങ്ങൾ ഉൾപ്പെടെ 10 സൈനിക താവളങ്ങളാണ് ഇന്ത്യൻ സൈന്യം തവിടുപൊടിയാക്കിയത്. എല്ലാ കാര്യങ്ങളിലും പാകിസ്ഥാന് ഇരുട്ടടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം അസീം മുനീറിന്റെ ഭരണപരിഷ്കാരങ്ങൾ വഴിവെക്കാൻ പോകുന്നത് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന്.